സുഹൃത്തുക്കളെ, വളരെ വളരെ ജാഗ്രതയോടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു റിപ്പോർട്ട് 2025 അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. ദ US സർജൻ ജനറൽസ് അഡ്വൈസറി ആൽക്കഹോൾ ആൻഡ് ക്യാൻസർ റിസ്ക് എന്നാണ് ആ ഡോക്യുമെൻറ്റിൻ്റെ പേര്. നിങ്ങൾക്ക് നേരിട്ട് പോയി അത് കാണാം. നിങ്ങളത് കാണണം. ബ്രൂവറി കേരളം, മധ്യ കേരളം, കണ്ണു തുറന്നത് കാണണം. ദിസ് advisory highlights alcohol use as a leading preventable cause of cancer in the United States. തടയാനാകുന്ന ക്യാൻസറിൻ്റെ വലിയൊരു കാരണമായിട്ട് മദ്യത്തിൻ്റെ ഉപയോഗമാണ് എന്ന് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഈ അഡ്വൈസറി ഉയർത്തിക്കാണിക്കുന്നു. മദ്യം ഒരു കൊല്ലം അമേരിക്കയിൽ 1,00,000 ആളുകളെ ക്യാൻസർ രോഗികളാക്കുന്നു. 20,000 ക്യാൻസർ മരണങ്ങൾക്ക് കാരണമാകുന്നു. ഇത് 2019-2020 കണക്കാണ്. തടയാനാകുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറിൽ 3ാമത്തെ സ്ഥാനമാണ് മദ്യത്തിനുള്ളത്. 1ാം സ്ഥാനം പുകവലിയും, 2ാം സ്ഥാനം അമിതവണ്ണവും, 3ാമത്തെ കാരണം മദ്യവുമാണ്. 2020 7,41,300 ക്യാൻസറുകളാണ് ലോകമെമ്പാടുമായി മദ്യമുണ്ടാക്കിയത്. ശരിയായ കണക്കുകൾ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊന്നും കിട്ടത്തില്ല. ആഫ്രിക്കയെപ്പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊന്നും കൃത്യമായ കണക്കുകൾ കിട്ടില്ല. ആ കണക്കുകൾ കൃത്യമായി കിട്ടുകയാണെങ്കിൽ ഇതിനേക്കാളുമെല്ലാം എത്രയോ ഭീകരമാണ്. ദിവസം 30 ഗ്രാം വരെയുള്ള മദ്യം കഴിക്കുന്ന ആളുകളിൽ 1,85,100 ക്യാൻസർ രോഗങ്ങളാണ് ഉണ്ടായത്. അമേരിക്കയിലുണ്ടായ ക്യാൻസറിൻ്റെ 25% 30 ഗ്രാമിനുള്ളിൽ കഴിക്കുന്നവരിലാണ്. 31 തുടങ്ങി 60 ഗ്രാം വരെ മദ്യം കഴിക്കുന്നവരിൽ 2,09,800 ക്യാൻസറുകളുണ്ടായി. 28.3%. 61 തുടങ്ങി 90 ഗ്രാം വരെയുള്ള മദ്യപാനികൾ 1,53,400 ക്യാൻസറിലേക്ക് വീണു. അത് 20.7% ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാക്കി. 90 ഗ്രാമിന് മീതെ കഴിച്ചിരുന്ന ആളുകളിൽ 1,92,900 പേരാണ് ക്യാൻസർ രോഗികളായി മാറിയത്. 26% പേര്. വൺ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കണ്ടെയ്ൻസ് 14 ഗ്രാം. ഇപ്പോൾ 14 ഗ്രാം ആണ് ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതായത് 0.6 ഔൺസ്. ഒരു 15 കൊല്ലമാണ് മദ്യപാനികൾക്ക് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ക്യാൻസർ പിടിച്ചുള്ള മരണ കണക്കുകളിൽ 15 കൊല്ലം മുമ്പേ അവർ മരിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക്. വളരെ വിദ്യാസമ്പന്നരാണ് അമേരിക്കക്കാർ. എല്ലാം അറിയാം. ChatGPT കയ്യിലുണ്ട്. ഡീപ് സ്ലീക്കിനെ പിന്നെ അവരൊന്ന് തടഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട്. മെറ്റയുണ്ട്, ഗൂഗിളുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും 3D പ്രിൻറ്റിങ്ങും. അമേരിക്കക്കാരിൽ പകുതിയിലും താഴെ ആളുകൾക്ക് മാത്രമേ മദ്യം ക്യാൻസർ ഉണ്ടാക്കൂ എന്നുള്ള അറിവുള്ളൊന്ന്. അതിൻ്റെ ചാർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. 18 വയസ്സിന് മീതെയുള്ള അമേരിക്കക്കാരിൽ നടത്തിയ ഒരു സർവേയിലാണ് പകുതി പേർക്ക് പോലും അറിയില്ല മദ്യം ക്യാൻസർ ഉണ്ടാക്കുമെന്ന്. നമ്മുടെ നാട്ടിൽ ആർക്കറിയാം? പറഞ്ഞാൽ സമ്മതിക്കുമോ? എങ്ങനെ മദ്യവിൽപ്പന കൂട്ടാം എന്ന് ധനാർത്തി പിടിച്ച ഒരു സർക്കാരും ആര് കുടിച്ച് ചത്താലും ഞങ്ങൾക്ക് കാശുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ മദ്യ മുതലാളിമാരും അതിൽ ആത്മീയ പരിവേഷമുള്ള ആളുകളും ഉണ്ട്. കഷ്ടമാണ് നമ്മുടെ അവസ്ഥ. കൺസ്യൂമിങ് ആൽക്കഹോൾ ഇൻക്രീസസ് ദി റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് അറ്റ്ലീസ്റ്റ് 7 ടൈപ്പ് ഓഫ് ക്യാൻസർ. 7 തരത്തിലുള്ള ക്യാൻസറുകൾ മദ്യപാനം ഉണ്ടാക്കുന്നു എന്നാണ് ചിത്രം സഹിതം ഈ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. വായയിലെ ക്യാൻസർ, ഓറൽ കാവിറ്റി, തൊണ്ടയ്ക്ക് ക്യാൻസർ, വോയിസ് ബോക്സിന്, സ്വനപേടകത്തിന് ക്യാൻസർ, ഈസോഫാഗൽ റീജിയണിൽ ഈസോഫാഗസിൽ ക്യാൻസർ. സ്ത്രീകളാണ് മദ്യപിക്കുന്നതെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ,
ലിവർ ക്യാൻസർ, കോളൻ ആൻഡ് റെക്ടൽ ക്യാൻസർ. എങ്ങനെയാണ് മദ്യം ക്യാൻസർ ഉണ്ടാക്കുന്നത്? ശുദ്ധമായ മദ്യം എടുത്തു പറയുന്നുണ്ട്, പ്യുവർ ആൽക്കഹോൾ. എങ്ങനെയാണ് ക്യാൻസർ? 4 വിധത്തിലാണ് ക്യാൻസറിന് കാരണമാകുന്നത്. ഒന്ന്, ആൽക്കഹോൾ ബ്രേക്സ് ഡൗൺ ഇൻ ടു അസെറ്റൽഡിഹൈഡ് ഇൻ ദി ബോഡി. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. മദ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഘടിക്കപ്പെടുന്ന സമയത്ത് അസെറ്റൽഡിഹൈഡ് ഉണ്ടാകുന്നു. അത് ക്യാൻസറിന് കാരണമാണ്. അത് ക്യാൻസർ ഉണ്ടാക്കും. അത് DNA, നമ്മുടെ DNA ബൈൻഡ് ചെയ്യുകയും നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ എടുത്തു പറയുന്നത്. When DNA is damaged, a cell can begin to grow uncontrollably and create a cancerous tumor. DNA നാശമായി കഴിഞ്ഞാൽ, മദ്യം ചെന്ന് DNA നാശമായി കഴിഞ്ഞാൽ അത് നിയന്ത്രണമില്ലാതെ പെരുകുന്നതിനും ക്യാൻസറസ് ആയ ട്യൂമർ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. സെക്കൻഡ്, ആൽക്കഹോൾ ജനറേറ്റ്സ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് വിച്ച് ഇൻക്രീസസ് ഇൻഫ്ലമേഷൻ ആൻഡ് ക്യാൻ ഡാമേജ് DNA, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ഇൻ ദി ബോഡി ത്രൂ എ പ്രോസസ് കോൾഡ് ഓക്സിഡേഷൻ. ശരീരത്തിൽ ഓക്സിഡേഷൻ കൂട്ടി DNA-യുടെ നാശം, പ്രോട്ടീനിൻ്റെ നാശം, ലിപ്പിഡ്സിൻ്റെ നാശം. തേർഡ്, ആൽക്കഹോൾ ആൾട്ടേഴ്സ് ഹോർമോൺ ലെവൽസ്. ശരീരത്തിലെ ഹോർമോണിൻ്റെ നിലകൾ തകരാറിലാക്കുന്നു. ഇൻക്ലൂഡിങ് ഈസ്ട്രജൻ, സ്ത്രീ ഹോർമോൺ. അത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള വലിയൊരു കാരണമാകുന്നു. നാലാമത്, കാർസിനോജൻസ് ഫ്രം അതർ സോഴ്സസ്. മറ്റു വഴികളിൽ വരുന്നത്, എസ്പെഷ്യലി പാർട്ടിക്കിൾസ് ഓഫ് ടുബാക്കോ സ്മോക്ക് ക്യാൻ ഡിസോൾവ് ഇൻ ആൽക്കഹോൾ. പുകയില മദ്യത്തെ പോലെ തന്നെ മദ്യത്തെക്കാൾ കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പുകവലി, ആ പുക ഈ മദ്യത്തിൽ അലിഞ്ഞ് ലയിച്ച് ചേർന്ന് പിന്നെ ക്യാൻസർ ഇരട്ടി വേഗതയിൽ ഉണ്ടാകും. മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ദം ടു ബി അബ്സോർബ്ഡ് ഇൻ ദി ബോഡി. ശരീരത്തിൽ അത് വലിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു അവസ്ഥയിലാക്കി കൊടുക്കും. ഇൻക്രീസിങ് ദി റിസ്ക് ഫോർ മൗത്ത് ആൻഡ് ത്രോട്ട് ക്യാൻസേഴ്സ്. ചില പഠനങ്ങളിൽ ഫോലേറ്റിൻ്റെ ഡെഫിഷ്യൻസി മദ്യം ഉണ്ടാക്കുന്നതും ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള കാരണത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടും അത് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് കുടിച്ചാൽ എങ്ങനെയാണ്? കൂടുതൽ കുടിച്ചാൽ ക്യാൻസറിൻ്റെ സാധ്യത വളരെ കൂടും. കുറച്ചാണെങ്കിൽ ഇപ്പോൾ പെർ ഡേ 1 അതുപോലെയൊക്കെ വളരെ കുറച്ചാണ് ഒരു ദിവസം കഴിക്കുന്നതെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, മൗത്ത് ക്യാൻസർ, ത്രോട്ട് ക്യാൻസറിൻ്റെ ഒക്കെ സാധ്യത അപ്പോഴും കൂടുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് കുറഞ്ഞ അളവിലുള്ള മദ്യപാനം എന്നൊന്നില്ല, സുരക്ഷിതമായ മദ്യപാനം എന്നൊന്നില്ല. നമ്മുടെ നാട്ടിലെ അലോപ്പതി ഡോക്ടർമാരാണ് നമ്മളെ കൂടുതൽ ചതിച്ചത്. ആ ഒരു പെഗ് വെച്ച് കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, ആ ഒരു പെഗ് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല എന്നും ക്യാൻസറിൻ്റെ സാധ്യതയെ അത് കൂട്ടുന്നുണ്ട്, ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് വായയിലെ ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ, മാറിടത്തിലെ ക്യാൻസർ അത് കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നിപ്പോൾ കൃത്യമായി നമ്മളോട് അമേരിക്കയിലെ സർജൻസ് ജനറലിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും തന്നെ ഈ റിപ്പോർട്ട് കയറി കാണണം, പഠിക്കണം. നമ്മുടെ നാട്ടിലെ പാവം മനുഷ്യരെ മൊത്തമായി മദ്യത്തിന് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് നമ്മുടെ സർക്കാർ. എറിഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ബാറിൻ്റെ അടുത്ത് കുറച്ച് നേരം നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിൽ നടക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണുക കൂടെ എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം, ചെറുപ്പക്കാർ സഹിതം അങ്ങോട്ട് ഒഴുകുകയാണ്. ഒരു വൈകിട്ടുള്ള സമയമായിരുന്നു. കൂടി നിന്ന് വേച്ച് കുഴഞ്ഞ് 4 കാലിലൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം പാടുപെട്ട് പണിയെടുത്തുണ്ടാക്കിയ കാശ് ക്യാൻസർ ഉണ്ടാക്കുന്ന മദ്യത്തിന് കൊടുത്തിട്ട് വരുന്ന വരവ്, ഇവനൊക്കെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലുള്ള അന്തരീക്ഷം ഞാൻ ആലോചിച്ചു. വെറുതെ അല്ല നമ്മുടെ ഈ കൊച്ചു കുട്ടികൾ ക്രിമിനലുകളാകുന്നത് ഇവരുടെയൊക്കെ മക്കളാണ്.
സർക്കാർ ഇത്തിരി കാശിനു വേണ്ടി മദ്യത്തെ പ്രോത്സാഹിപ്പിച്ച് മദ്യം വെച്ചു കൊടുത്ത് കുടിപ്പിച്ച് കുടിക്കുന്നവരെ മാത്രമല്ല വീട്ടിലിരിക്കുന്നവരെയും ഭാവി തലമുറയും കൂടെ നശിപ്പിക്കുകയാണ്. ക്യാൻസർ ഇൻഡസ്ട്രിക്ക് സർക്കാർ പിമ്പിൻ്റെ പണി ചെയ്യുകയാണ്. നമുക്കൊരു പ്രൊഫസർ MP മന്മഥൻ ഉണ്ടായിരുന്നു. കളിയാക്കി പരിഹസിച്ച് ജയിലിൽ പിടിച്ചിട്ട് കള്ളക്കേസുകളിൽ കുടുക്കി എങ്ങനെയെല്ലാം ദ്രോഹിക്കാമോ അങ്ങനെയെല്ലാം നമ്മൾ ആ മനുഷ്യനെ ദ്രോഹിച്ചു. പ്രൊഫസർ G. കുമാരപിള്ള ഉണ്ടായിരുന്നു. ബിഷപ്പ് സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി ഉണ്ടായിരുന്നു. മദ്യത്തിനെതിരെ സമരം ചെയ്ത് ജനങ്ങളോടൊപ്പം നിന്ന മഹത്തുക്കൾ നിരവധി ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കാലം കഴിഞ്ഞു. അവരുണ്ടായിരുന്നപ്പോഴും അവരെ പുച്ഛിച്ചുകൊണ്ട് മദ്യം വിറ്റവരാണ് നമ്മുടെ ഭരണാധികാരികൾ. ഇപ്പോഴാണെങ്കിൽ നാട് മുഴുവൻ മദ്യം മാത്രമല്ല, മദ്യം കുടിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് മയക്കുമരുന്നുകളിലേക്ക്, മദ്യത്തെ പോലെ പ്രകടനപരമായ കുഴപ്പങ്ങളില്ലാത്ത മയക്കുമരുന്നുകളിലേക്ക് നമ്മുടെ യുവതലമുറ പുരോഗമിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വരുമാനം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് സർക്കാരിന് വിഷമമുള്ളത്. മയക്കുമരുന്നുകളിൽ നിന്നുകൂടെ ലൈസൻസ് കൊടുത്ത് കുറച്ച് കാശുണ്ടാക്കാൻ വലിയ താമസമില്ലാതെ സർക്കാരുകൾ തയ്യാറാകും. ആര് കുടിച്ച് നശിഞ്ഞാലെന്ത്, ആര് മയക്കുമരുന്ന് കഴിച്ച് മരിച്ചാലെന്ത്, ഈ നാടെങ്ങനെ നശിഞ്ഞാലെന്ത്, ബ്രൂവറി തുടങ്ങാൻ വെള്ളം കുറച്ചുകൂടെ കിട്ടുന്ന സ്ഥലങ്ങൾ എത്രയുണ്ട് എന്ന് അന്വേഷിക്കുകയാണ് സർക്കാർ. അമേരിക്കൻ സർജൻ ജനറലിൻ്റെ ഈ റിപ്പോർട്ടുകൾ നമ്മുടെ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കുമെങ്കിൽ, കുടിക്കുന്നവരുടെ കണ്ണ് തുറപ്പിക്കുമെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണുകൾ തുറപ്പിക്കുമെങ്കിൽ അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.